ആത്മകഥയ്ക്ക് പിന്നാലെ ഇ പി ജയരാജൻ ബി.ജെ.പി. വിവാദം വീണ്ടും. ജയരാജൻ ബി.ജെ.പിയിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നതായി എ പി അബ്ദുള്ളക്കുട്ടി വെളിപ്പെടുത്തി. മകനെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ചെന്ന ആത്മകഥയിലെ ഇ പിയുടെ പരാമർശത്തിനെതിരെ ശോഭാ സുരേന്ദ്രനും രംഗത്ത് വന്നു. ഒരിടവേളയ്ക്ക് ശേഷം ഇ പി ബി.ജെ.പി. വിവാദം വീണ്ടും ഉയരുകയാണ്. ശോഭാ സുരേന്ദ്രനെതിരായ ആത്മകഥയിലെ പരാമർശങ്ങളാണ് വിവാദത്തിന്റെ തുടക്കം. മകനെ നിരന്തരം വിളിച്ച് ബി.ജെ.പി. സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ചെന്നായിരുന്നു ആരോപണം. ഇ പിക്കെതിരെ വിമർശനവുമായി ശോഭാ സുരേന്ദ്രൻ രംഗത്തു വന്നു. ആരുടെയെങ്കിലും ഒരു ഫോൺ വന്നാൽ ഫോൺ വിളിക്കുന്നത് മകനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനാണ് എന്ന് ഇ പി ജയരാജന് തോന്നി എന്നാണ് ഇ പി ജയരാജൻ എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിനർത്ഥം എന്താണ്? ഒരാൾ ഫോണിൽ വിളിക്കുമ്പോൾ തന്നെ കാര്യം ഊഹിക്കാനും മനസ്സിലാക്കാനും സാധിച്ചു എന്നല്ലേ പറയുന്നത്. ഇ പി ബി.ജെ.പിയിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നതായി അബ്ദുള്ളക്കുട്ടിയും വെളിപ്പെടുത്തി. എന്നാൽ ബി.ജെ.പിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ഇ പി ജയരാജൻ CPM വിട്ട് ബി.ജെ.പി. ചേരാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ജയരാജൻ മാമനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ പൂതി അങ്ങ് നടക്കൂല. എല്ലാവരുമായി സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങൾ ചർച്ച ചെയ്തു. ജയരാജൻ വേണ്ട എന്നാണ് പൊതുവുള്ള വികാരം. വൈദേകം റിസോർട്ട് വിവാദത്തിൽ CPM നേതൃത്വത്തെയും ആത്മകഥയിലൂടെ ഇ പി പ്രതിരോധത്തിലാക്കുന്നുണ്ട്. വിവാദത്തിൽ നേതൃത്വത്തിലെ ബന്ധപ്പെട്ടവർ വ്യക്തത വരുത്തിയില്ലെന്നായിരുന്നു പരാമർശം. ബന്ധപ്പെട്ടവർ എന്ന വാക്കിലൂടെ ജയരാജൻ ലക്ഷ്യമിടുന്നത് M.V. ഗോവിന്ദൻ എന്ന് വ്യക്തം. പുസ്തകം വായിക്കാത്തവരാണ് വിവാദമുണ്ടാക്കുന്നതെന്നായിരുന്നു ഇ പിയുടെ പ്രതികരണം. ആ പുസ്തകം എല്ലാവരും വായിക്കട്ടെ. വായിച്ചു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ കേൾക്കാൻ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും അതിൽ പറഞ്ഞ കാര്യം മനസ്സിലാക്കാനുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് തന്നെ കണ്ണൂരിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. പാർട്ടിയെ വീണ്ടും ഇ പി പ്രതിരോധത്തിൽ നിർത്തുമ്പോൾ CPM നേതൃത്വം മൗനം തുടരുകയാണ്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.